ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന ചിത്രമാണ് മാർക്കോ. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ 100 കോടി ക്ലബിലും ഇടം നേടിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ കളക്ഷനിലും ചിത്രം വമ്പൻ ഹൈപ്പാണ് നേടുന്നത്. വിദേശത്ത് നിന്ന് മാത്രമായി 32 കോടിയിലധികം രൂപയാണ് മാർക്കോ ഇതുവരെ നേടിയത്. അതേസമയം ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമുമായും കരാറായിട്ടില്ല എന്ന് നേരത്തെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തിയേറ്റർ കാഴ്ചയാണ് ഇപ്പോൾ മാർക്കോ ആവശ്യപ്പെടുന്നത് എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത്. മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴും എന്നതിലും ആകാംക്ഷയാണ്. ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥയും ഹനീഫ് അദേനിയാണ് നിർവഹിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചന്തു സെൽവരാജാണ് ഛായാഗ്രഹണം. സംഗീതം നിർവഹിക്കുന്നത് രവി ബസ്രൂറാണ്. ജഗദീഷ്, ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ, യുക്തി തരേജ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഹനീഫ് അദേനിയുടെ മിഖായേൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറിനെ നായകനാക്കിയാണ് മാർക്കോ എത്തിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.